Today we will discuss about multiplication and division in polar form. അപ്പോൾ നമ്മൾ പോളാർ ഫോമിൽ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല, കാരണം നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടികളാണ് പഠിക്കാൻ പോകുന്നത് പോളാർ ഫോമിൽ. If z1 equal to r1 cos theta 1 plus I sin theta 1 and z2 equal to r2 cos theta 2 plus I sin theta 2 are two complex numbers in their polar forms, then their product is z1 into z2, which is equal to r1 r2 into cos theta 1 plus I sin theta 1 into cos theta 2 plus I sin theta 2. അപ്പം ഇനി ഈ പ്രൊഡക്റ്റ് നമുക്ക് കാണാം. സാധാ പ്രൊഡക്റ്റ് കാണുന്ന പോലെ, കോംപ്ലക്സ് നമ്പറിന്റെ പ്രൊഡക്റ്റ് കാണുന്ന പോലെ തന്നെ ഓരോ കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് തീറ്റ 1 പ്ലസ് കോസ് തീറ്റ 1 ഇൻറ്റു കോസ് തീറ്റ 2. ഇനി ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഐ ഇൻറ്റു കോസ് തീറ്റ 1 ഇൻറ്റു സൈൻ തീറ്റ 2 പ്ലസ് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഐ ഇൻറ്റു സൈൻ തീറ്റ 1 ഇൻറ്റു കോസ് തീറ്റ 2 പിന്നെ ഇതും കൂടെ. അപ്പോൾ ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 വരും. സൈൻ തീറ്റ 1 ഇൻറ്റു സൈൻ തീറ്റ 2. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഈ ഇമാജിനറി പാർട്ട് ഒരുമിച്ചെടുക്കുക, റിയൽ പാർട്ട് ഒരുമിച്ചെടുക്കുക. അപ്പോൾ എന്ത് വരും? r1 r2 into cos theta 1 cos theta 2 minus sin theta 1 sin theta 2 plus I into, ഇനി നമ്മൾ ഇമാജിനറി പാർട്ട് എടുക്കാം. cos theta 1 sin theta 2 plus sin theta 1 cos theta 2. ഇനി ഇതിനെ ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാം cos theta 1 cos theta 2 minus sin theta 1 sin theta 2. ഇതൊരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയാണ്. കോസ് തീറ്റ 1 പ്ലസ് തീറ്റ 2 അല്ലേ? കോസ് എക്സ് പ്ലസ് വൈനെ നമ്മൾ എങ്ങനെ എഴുതും? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് വൈ സൈൻ വൈ എന്ന് എഴുതും. അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പൊ നമ്മൾ അതിനെ മാറ്റി എഴുതിയിട്ട് എങ്ങനെ എഴുതും? കോസ് തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്ന് എഴുതി. ഇനി അടുത്ത് ഇതോ cos theta 1 sin theta 2 plus sin theta 1 cos theta 2. അതെന്ന് പറഞ്ഞാൽ sin theta 1 plus theta 2 ആണ്. ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്, നമുക്കിതൊക്കെ ഓർമ്മയുണ്ടായിരുന്നതും. അപ്പോൾ z1 z2 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എങ്ങനെ വരും? r1 r2 ഇൻറ്റു cos theta 1 plus theta 2 plus I ഇൻറ്റു sin theta 1 plus theta 2. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ഇവിടെ വ്യത്യാസം കാണുന്നത് നോക്കി. നമ്മുടെ z1ന്റെ ആർഗ്യുമെന്റ് തീറ്റ 1 ആണെങ്കിൽ, അതുപോലെ z2ന്റെ ആർഗ്യുമെന്റ് തീറ്റ 2 ആണെങ്കിൽ, z1 ഇൻറ്റു z2 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ ആർഗ്യുമെന്റ് ഏതായിരിക്കും? തീറ്റ 1 പ്ലസ് തീറ്റ 2 ആയിരിക്കും അല്ലെ? അത് നമുക്ക് ഇതിൽ നിന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ ആർഗ്യുമെന്റ് ഓഫ് z1 z2 എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ഓഫ് z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് z2 ആയിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് നോട്ടായിട്ട് ഇവിടെ നോട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പറയാം ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ വിത്ത് മോഡുലസ് ഓഫ് z1 z2 ഈക്വൽ ടു മോഡ് z1 ഇൻറ്റു മോഡ് z2 ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ആർഗ്യുമെന്റ് ഓഫ് z1 z2 എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ഓഫ് z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് z2 ആയിരിക്കും. ഇത് നമുക്ക് ഒത്തിരി സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്.
അപ്പൊ ഇതാണ് പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ പ്രൊഡക്റ്റിന്റെ കേസിൽ ഇതിപ്പോ 2 കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് n കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ എങ്ങനെ വരും, അതുപോലെ അതിന്റെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ വരും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ Z1 Z2 എന്ന് പറഞ്ഞ 2 കോംപ്ലക്സ് നമ്പർ നമ്മൾ ജോമെട്രിക്കലി സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ വരും നോക്കാം നമുക്ക്. ജസ്റ്റ് ജോമെട്രിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. y ആക്സിസും x ആക്സിസും വരച്ചു. അതില് ജസ്റ്റ് നമ്മളൊരു Z1ഉം Z2ഉം വരയ്ക്കാൻ പോകും. ഇതാണ് നമ്മുടെ Z1 എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ Z2. ലെങ്ത് ഒക്കെ വ്യത്യാസം ഇരുന്നോട്ടെ. ഒന്ന് R1 ഒന്ന് R2 ആണല്ലോ. ഇത് Z2, ഇത് Z1. ഈ ലെങ്ത് എന്താണ്? R1 ആണ്. അതുപോലെ ഈ ലെങ്ത് R2 ആണ്. ഈ ആംഗിള് ഇത് θ2, ഈ ആംഗിള് θ1 ആണ് അല്ലെ. അപ്പൊ ഇനി നമ്മൾ ആ പ്രൊഡക്റ്റ് വരയ്ക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും? നമ്മുടെ മോഡ് Z1 Z2 എന്ന് പറയുന്നത് എന്തായിരുന്നു? മോഡ് Z1 ഇൻറ്റു മോഡ് Z2. മോഡ് Z1 എന്ന് പറഞ്ഞാൽ R1 R2 ആണ്. അപ്പൊ ഈ വാല്യൂ ആണ് വരുന്നത്. R1 R2 എന്ന് പറഞ്ഞത് ഇതിന്റെ ലെങ്ത് ആണ് അല്ലെ. അപ്പൊ Z1 Z2ന്റെ ലെങ്ത് R1 R2 ആണ്. R1 ഇൻറ്റു R2 ആണ്. അപ്പൊ ആ ലെങ്ത് ഉള്ളതായിരിക്കും. പക്ഷെ ആംഗിൾ എങ്ങനെ വരും? ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താ നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത്? θ1 പ്ലസ് θ2 ആണ്. അപ്പൊ ഇത് ഇത്രയും θ1 ആണ്. അപ്പൊ θ1 പ്ലസ് θ2 ആണെങ്കിൽ ഇത്രയും ആംഗിള് അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇപ്പൊ θ1 ഇവിടെ θ2 ആംഗിളും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. അപ്പൊ മൊത്തത്തിലുള്ള ആംഗിൾ എത്രയാ? θ1 പ്ലസ് θ2. പിന്നെ ഈ ലെങ്ത് എന്ത് വരും? ഈ ലെങ്ത് എന്ന് പറയുന്നത് R1 ഇൻറ്റു R2 എന്ന് പറഞ്ഞതാണ് ഇതിന്റെ ലെങ്ത്. അപ്പൊ ഈ പോയിന്റ് ആണ് നമ്മുടെ Z1 Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. അതുപോലെ ഈ ആംഗിള് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിളാണ്. ഈ ആംഗിളാണ് θ1 ഇൻറ്റു θ2 എന്ന് മാറിപ്പോവരുത്. θ1 പ്ലസ് θ2 ആണ് എപ്പോഴും ഇതിന്റെ ആംഗിൾ വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് ജോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഏത് 2 കോംപ്ലക്സ് നമ്പർ തന്നാലും നമുക്ക് സ്കെച്ച് ചെയ്തിട്ട് നമുക്ക് അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ n കോംപ്ലക്സ് നമ്പറുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും നോക്കാം. അപ്പൊ നമ്മൾ n കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. If Z1, Z2, etc. Zn are n complex numbers where Zm equal to Rm cos theta m plus I sin theta m. m എന്ന് പറയുന്നത് 1 to n വരെ ചെയ്യും. ഇപ്പം m1 ആണെങ്കിൽ Z1 equal to R1 cos theta 1 plus I sin theta 1. 2 ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ Zm എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. m varies from 1 to n. അങ്ങനെയാണെങ്കിൽ Z1 ഇൻറ്റു Z2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു Zn എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ഇത്രയും n കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ R എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര Rn ആയിരിക്കും. അതുപോലെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് θ1 പ്ലസ് θ2 പ്ലസ് എക്സെട്ര θn ആയിരിക്കും. അപ്പൊ ഇതാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. R1 ഇൻറ്റു R2 ഇൻറ്റു എക്സെട്ര Rn ഇൻറ്റു cos θ1 plus θ2 plus etc plus θn plus I sin θ1 plus θ2 plus etc plus θn. ഇതാണ് n കോംപ്ലക്സ് നമ്പറിന്റെ കേസിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് കോഷ്യന്റ് എങ്ങനെയാ നോക്കാം. അപ്പൊ നമ്മൾ കോഷ്യന്റിന്റെ കേസ് ആണെങ്കിൽ the quotient z equal to z1 by z2 is the complex number z satisfying z into z2 equal to z1 നമുക്ക് എഴുതാം. അപ്പൊ നമ്മളിപ്പോ പ്രൊഡക്റ്റിൽ വെച്ച പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇതിനുള്ള ആർഗ്യുമെന്റും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ എഴുതാം, z into z2 equal to z1 എന്ന് എഴുതാം. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ മോഡ് z into z2 എന്ത് വരും? മോഡ് z1 വരും.
വിച്ച് ഇംപ്ലൈസ് മോഡ് സെഡ് ഇൻറ്റു മോഡ് Z2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? മോഡ് Z1 ആയിട്ട് വരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മോഡ് Z എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു മോഡ് Z1 ബൈ മോഡ് Z2 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ മോഡുലസ് കിട്ടി നമുക്ക്. മോഡ് Z ഈക്വൽ ടു മോഡ് Z1 ബൈ മോഡ് Z2. ഇനി അടുത്ത ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് Z ഇൻറ്റു Z2 ആദ്യം കണ്ടുപിടിക്കുക. അത് നമുക്കറിയാം, ആർഗ്യുമെന്റ് ഓഫ് Z പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2 ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ വിച്ച് ഇംപ്ലൈസ് ഇതെന്ന് പറഞ്ഞാൽ എന്താ? ആർഗ്യുമെന്റ് ഓഫ് Z1 ആണ് അല്ലെ. Z ഇൻറ്റു Z2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് Z1 ആണ് ഈ ഇക്വേഷൻ വെച്ചിട്ട്. വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാം ആർഗ്യുമെന്റ് ഓഫ് Z പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2 ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് Z1 എഴുതാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ആർഗ്യുമെന്റ് ഓഫ് Z2 നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്ത് കിട്ടി? ആർഗ്യുമെന്റ് ഓഫ് Z എന്ന് പറയുന്നത് എന്ത് കിട്ടി? ആർഗ്യുമെന്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് Z2 എന്ന് കിട്ടി. അപ്പൊ ഇത് θ1 ഇത് θ2 ആണെങ്കിൽ നമുക്ക് ഇതെന്ത് കിട്ടും? θ1 മൈനസ് θ2 കിട്ടി അല്ലെ. അപ്പൊ ആർഗ്യുമെന്റും കിട്ടി, മോഡുലസും കിട്ടി. അപ്പൊ ഇനി നമുക്ക് അതിന്റെ പോളാർ ഫോം ഏതാലോ? therefore the polar form of Z1 by Z2 is as follows, equal to R1 by R2. മോഡ് Z1 എന്ന് പറഞ്ഞാൽ R1 ആണ്, മോഡ് Z2 എന്ന് പറഞ്ഞാൽ R2 ആണ്. കോസ് ആർഗ്യുമെന്റ് Z1 എന്ന് പറഞ്ഞാൽ θ1 ഉം ആർഗ്യുമെന്റ് Z2 എന്ന് പറഞ്ഞാൽ θ2 ആണ്. പ്ലസ് I sin θ1 മൈനസ് θ2. അപ്പൊ ഇതാണ് പോളാർ ഫോം ഓഫ് ദ കോഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മള് എല്ലാത്തിനും ഈ Z1 എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോംപ്ലക്സ് നമ്പർ ആവണം നിർബന്ധമില്ല, ചിലപ്പോ 1 ആവാം. ആ കേസിൽ എന്ത് വരെ നോക്കാം എന്ന് വെച്ചാല് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റെസിപ്രോക്കലാണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്ത് വരും? ഈ വാല്യൂസ് ഒക്കെ നോക്കാം. എന്ന് വെച്ചാൽ വെൻ Z1 ഈക്വൽ ടു 1, വെൻ Z1 ഈക്വൽ ടു 1, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? കോസ് 0 പ്ലസ് I സൈൻ 0 എന്ന് എഴുതാം. 0 ആണ്, ഇങ്ങനെ എഴുതി. അപ്പൊ മുകളിലത്തെ റിസൾട്ട് വെച്ചിട്ട് ഇവിടെ Z1 1 ആണ്, അതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പൊ 1 ബൈ Z2 നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ R2 കോസ്, ഇവിടുത്തെ ആംഗിൾ 0 ആണ്, അപ്പൊ നമുക്ക് ഇവിടെ മൈനസ് θ2 മാത്രമേ ഉള്ളൂ, പ്ലസ് I സൈൻ മൈനസ് θ2. ഈ ആംഗിൾ 0 ആയതുകൊണ്ടാണ് ഇവിടെ θ1 പോയത് കേട്ടോ. അപ്പൊ ആംഗിൾ 0 ആയതുകൊണ്ട് അവിടെ മൈനസ് θ2 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ R2 കോസ് ഓഫ് മൈനസ് θ എന്ത് വരും? കോസ് θ എന്ന് വരും. അപ്പൊ ഇവിടെ കോസ് θ2 സൈൻ ഓഫ് മൈനസ് θ മൈനസ് സൈൻ θ വരും. അപ്പൊ മൈനസ് I സൈൻ θ2 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ 1 ബൈ Z2, അല്ലെങ്കിൽ 1 ബൈ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അത്, അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് പറയാം, ഹെൻസ് ഇഫ് Z ഈക്വൽ ടു R cos θ പ്ലസ് I sin θ ഈസ് എനി നോൺ സീറോ കോംപ്ലക്സ് നമ്പർ, not equal to 0 ആണ്, then polar form of its multiplicative inverse is Z inverse എന്ന് എഴുതാം. എന്ന് വെച്ചാൽ 1 by Z, ഇപ്പൊ നമ്മളിവിടെ കണ്ടുപിടിച്ച പോലെ അതെന്ത് വരും?
1/r cos minus theta plus I sin minus theta എന്ന് വരും. ജനറൽ ആയിട്ട് നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കൊരു റിമാർക്കും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന്റെ ആ കേസ് കഴിഞ്ഞു. പിന്നെ പവറും റൂട്ടും കാണാനുള്ളതാണ്. അപ്പൊ റിമാർക്കും കൂടെ നോക്കാം. റിമാർക്ക് ഇതാണ്. നമുക്കറിയാം വി ഹാവ് ആർഗ്യുമെന്റ് ഓഫ് z1 ഇൻറ്റു z2 എന്ന് പറയുന്നത് എന്താണ്? θ1 പ്ലസ് θ2 ആണ് നമ്മളിപ്പോ കണ്ടത്. അതെന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് ഓഫ് z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് z2 ആണെന്ന് നമ്മൾ കണ്ടു. ഹിയർ θ1 ഉം θ2 ആണ് ആർഗ്യുമെന്റ് ഓഫ് z1 z2 എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. Here θ1 and θ2 can be any value of arc z1 and arc z2 respectively. And θ1 plus θ2 is a value of arc z1 z2. അപ്പൊ നമുക്ക് ഈ ആർഗ് എന്ന് പറയുന്നത് യുണീക്ക് അല്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലെ? അപ്പോ ആ θ1 ഉം θ2 എന്ന് പറയുന്ന ആർഗിൽ ഏത് വാല്യൂ വേണം എടുക്കാം. അപ്പൊ ഇന്ന വാല്യൂ എടുക്കണം എന്ന് നിർബന്ധമില്ല. അതുപോലെ θ1 പ്ലസ് θ2 എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ഓഫ് z1 z2 ആണ്. ഇനി നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റില് ഈ സ്മോൾ ആർഗിന് പകരം ക്യാപിറ്റൽ ആർഗ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ, എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ശരിയാവണം എന്ന് നിർബന്ധമില്ല. The statement 1 need not be valid when arg is replaced everywhere by arg. ഇത് ക്യാപിറ്റലും ഇത് സ്മോളും ആണ്. അപ്പൊ ഇത് ഈ ഇക്വേഷൻ ട്രൂ ആണ്. ബട്ട് ഇവിടെ ക്യാപിറ്റൽ ആർഗ് ആയി മാറിയാല് ആ ഇക്വേഷൻ വാലിഡ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതൊന്ന് പ്രൂവ് ആവണല്ലോ. അപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് വേണം ഇത് കാണിക്കാനായിട്ട്. അപ്പൊ ലെറ്റ് z1 ഈക്വൽ ടു -1 ഉം z2 ഈക്വൽ ടു I എടുത്തു. അങ്ങനെയാണെങ്കിൽ z1 ഇൻറ്റു z2 എന്ത് വരും? z1 z2 ഈക്വൽ ടു എന്ത് വരും? -1 ഇൻറ്റു I വരും. -I വന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ആർഗ്യുമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ആർഗ്യുമെന്റ് ഓഫ് z1 z2 എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ടു ആർഗ്യുമെന്റ് ഓഫ് -i. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ഇതിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും, -π/2. നമുക്കറിയാം ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ ആദ്യം tan ഇൻവേഴ്സ് y/x കണ്ടുപിടിക്കാം, അല്ലെ? tan ഇൻവേഴ്സ് y/x. ഇവിടെ y എന്ന് പറയുന്നത് -1 ആണ്, x എന്ന് പറയുന്നത് 0 ആണ്, അല്ലെ? അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുമ്പോ sin 0യും cos -1ഉം വരുന്ന രീതിയിലുള്ള തീറ്റ എന്തായിരിക്കും? -π/2 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ π/2 എന്ന് എഴുതാം. പിന്നെ ഈ -i എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലുള്ളത്? -i എന്ന് പറയുമ്പോൾ 0 -i, yന്റെ വാല്യൂ നെഗറ്റീവ്. അപ്പൊ നമുക്ക് ക്വാഡ്രന്റ് അങ്ങനെ പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ഇത് ഡയറക്റ്റ് നമുക്ക് തീറ്റ എന്ന് പറയുന്നത് -π/2 ആയിട്ട് കിട്ടും. ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അപ്പൊ എന്ത് കിട്ടും? -π/2 കിട്ടും. അടുത്ത അതുപോലെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർഗ് z1 പ്ലസ് ആർഗ് z2 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് വരും? ആർഗ് ഓഫ് z1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് ആർഗ് ഓഫ് I. അപ്പൊ ഇത് കണ്ടുപിടിക്കുക. നമുക്ക് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ -1ന്റെ ആർഗ്യുമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം, അല്ലെ? -1ന്റെ ആർഗ്യുമെന്റ് ഇപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് -1 എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ അല്ല. അപ്പൊ -1 എങ്ങനെയാ, അതിന്റെ ആർഗ്യുമെന്റ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ജസ്റ്റ് ആ ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി.
-1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക. അപ്പോൾ എത്ര ആംഗിള് പൈ ആണ് വരിക. അടുത്ത I എന്ന് പറയുന്നത് എന്താ, y വാല്യൂ 1 ആവുന്നത്, x വാല്യൂ 0. അപ്പോൾ ഇവിടെ വരിക I എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആംഗിൾ എത്രയാ, ഈ ആംഗിളാണ് π/2. അപ്പൊ ഇങ്ങനത്തെ നമ്പേഴ്സിനൊന്നും നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ആർഗ്യുമെന്റ് അല്ലാതെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയാം. റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പറിൽ ഇമാജിനറി പാർട്ടും മാത്രം ഉള്ളെങ്കിൽ. അപ്പൊ ഇതിവിടെ എന്ത് കിട്ടും, π + π/2 എന്ന് കിട്ടും. അപ്പൊ 2π + π 3π/2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇതിന്റെ വാല്യൂ -π/2 ഇതിന്റെ വാല്യൂ 3π/2. അതെന്തായാലും ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ആ റിസൾട്ട് ഒരിക്കലും ട്രൂ ആയിരിക്കില്ല എന്ന്. അപ്പൊ ഹെൻസ് ആർഗ് Z1 Z2 not equal to arg Z1 plus arg Z2 എന്ന് പറയാം. അപ്പൊ ഇത് ഒരു കാര്യം, ഒരു റിസൾട്ട് തന്നാൽ അത് ശരിയല്ലെന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. പക്ഷെ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ശരിയാണെന്ന് കാണിക്കാൻ നമുക്കത് നല്ല ഡിറൈവ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് പറയാം. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഇത് ശരിയല്ല, അപ്പൊ അതിനൊരു എക്സാമ്പിൾ ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് യൂസ്ഫുൾ ആണ്.